മക്കൾ മദ്രസയിൽ വിട്ടിട്ട് തിരിച്ചു വീട്ടിലേക്ക് വരുമ്പോ മക്കളോട് ചോദിക്കണം, ഇന്നെന്താണ് ഉസ്താദ് പഠിപ്പിച്ചതെന്നൊന്ന് ചോദിച്ചു നോക്കണം. ഇല്ലേ? ഭൗതിക ജീവിതത്തിന്റെ വിദ്യാഭ്യാസത്തിന് മാത്രമാണ് നമ്മൾ ഇമ്പോർട്ടന്റ് കൊടുക്കണം. മറ്റൊന്നിനെ കുറിച്ച് നമുക്ക് ചർച്ചയില്ല. നമ്മൾ മറ്റൊന്നും ചർച്ച ചെയ്യാറില്ല, നമുക്ക് സമയമില്ല. ഭൗതിക ജീവിതത്തിന്റെ ഡോക്ടറും എഞ്ചിനീയറും ആക്കാൻ മക്കളെ മാത്സര്യ ബുദ്ധിയോടുകൂടി നമ്മളൊന്ന് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ലേ? നമ്മുടെ മക്കളെ നമ്മൾ വളർത്തുന്നത് എന്തിനാണ്? മത്സരിക്കുകയാണ്. അയൽവാസി ഡോക്ടറായാൽ എന്റെ മകൻ എഞ്ചിനീയർ ആവണം, എന്റെ മകൻ എഞ്ചിനീയർ ആയാൽ എന്റെ മകളെ ഞാൻ അഡ്വക്കേറ്റ് ആക്കുമെന്ന് മാത്സര്യ ബുദ്ധിയോടുകൂടി ഭൗതിക ജീവിതത്തിൽ നാം ഇങ്ങനെ മക്കളെ വളർത്തിക്കൊണ്ടുവരികയാണ്. അവരുടെ ആത്മീയതയെ കുറിച്ച് നമുക്ക് ലെവലേശം ശങ്കയില്ല. പഠിക്കുന്നുണ്ടോ, മനസ്സിലാക്കുന്നുണ്ടോ, ഇതൊന്നും നമുക്ക് ചോദിക്കാനുള്ള സമയമോ സന്ദർഭങ്ങളോ ഇല്ല. ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം പൊന്നുമകനെ തർബിയത്ത് ചെയ്തത് പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ലുക്മാൻ വളരെ ഹൃദ്യമായ നിലയ്ക്ക് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് ഒരു വാപ്പയെ. അങ്ങനെ ആവണം എന്റെ ചൗക്കിയിലെ ഉമ്മമാർ. കേവല നൈമിഷിക ജീവിതത്തിന്റെ സുഖത്തിനു വേണ്ടി മാത്രമല്ല നമ്മൾ മക്കളെ വളർത്തേണ്ടത്. മക്കളെ നാം വളർത്തേണ്ടത് പാരത്രിക ലോകത്തിന്റെ സുഖത്തിനു വേണ്ടിയാണ്. ഈ ബദർ ജുമാ മസ്ജിദിന്റെ ചാരത്ത് നാം ഇങ്ങനെ അന്തി ഉറങ്ങുമ്പോ, മൈലാജി ചെടിയുടെ ചാര നിന്ന് കിടന്നുറങ്ങുമ്പോ അല്ലാഹുമ്മ ഗഫിർലി അബി അല്ലാഹുമ്മ ഗഫിർലി ഉമ്മി എന്ന് നമുക്ക് വേണ്ടി ദുആ ചെയ്യാനുള്ള മക്കളെയാണ് ഈ ദുനിയാവിൽ നാം നട്ടു വളർത്തേണ്ടത്. ഭൗതിക ജീവിതം എക്കാലത്തും നിലനിൽക്കുന്നതല്ല. അത് ഈ ലോകത്തിന്റെ നൈമിഷികമായ സുഖത്തിനു വേണ്ടി മാത്രമാണ്. ആത്മീയതയ്ക്ക് നിങ്ങൾ മുൻഗണന കൊടുക്കണം. അവിടെയാണ് നമ്മുടെ മക്കൾ പലപ്പോഴും വാപ്പയും ഉമ്മയും തിരിച്ചറിയാതെ പോകുന്നത്. അവിടെയാണ് വാപ്പയും ഉമ്മയും ചെയ്ത സ്നേഹത്തെയും ത്യാഗത്തെയും അവർ മറന്നു പോകുന്നത്. സാന്ദർഭികമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കൃത്യമായിട്ട് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം വാപ്പയോടും ഉമ്മയോടുമുള്ള കടമകൾ. കാരണം ആ ജീവിതത്തിന്റെ കടമകൾ കൃത്യമായി പാലിക്കുന്നൊരു തലമുറയാണ് നമുക്ക് ഇവിടെ വാർത്തെടുക്കേണ്ടത്. അവിടെയാണ് വൃദ്ധസദനങ്ങൾ അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ നിങ്ങളൊന്ന് സഞ്ചരിച്ചു നോക്കിയാൽ എത്രയധികം വൃദ്ധസദനങ്ങളാണ് ഉയർന്നു പൊന്തുന്നത്. സാമ്പത്തികമായിട്ട് കഴിവില്ലാത്ത മക്കളുടെ മാതാപിതാക്കളാണ് വൃദ്ധസദനത്തിൽ ഉള്ളതെന്ന് നിങ്ങൾ കരുതണ്ട. സർക്കാർ ജോലിയും സൗകര്യങ്ങളുമുള്ള മക്കളുടെ സദനത്തിന്റെ ഉള്ളിലാണ്. കാരണം ഭൗതികത തലക്കു പിടിച്ചപ്പോ, കൈപിടിച്ചു കടന്നു വന്ന പെണ്ണിന്റെ പവറും അവളുടെ സമ്പത്തും ഒക്കെ കണ്ടപ്പോ ഉമ്മയും വാപ്പയും അധികപ്പറ്റായി പോയ ഒരു സമൂഹത്തിന്റെ പരിണിത ഫലമാണ് അവരുടെ മാതാപിതാക്കൾ ഇന്ന് വൃദ്ധസദനങ്ങളിൽ കഴിഞ്ഞുകൂട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നു വന്നത്. ആരാണ് നമ്മുടെ വാപ്പ, ആരാണ് നമ്മുടെ ഉമ്മ എന്ന് കൃത്യമായി തിരിച്ചറിയണം. കാരണം അള്ളാഹുവിനോടുള്ള ബാധ്യത പഠിച്ച നമ്മളോട് അള്ളാഹ് പറഞ്ഞത് മാതാപിതാക്കളോടുള്ള ബാധ്യതയാണ്.